Hello, welcome to market discussion of the day. Today, June 16, 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രജിസ്ട്രേഷൻ ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നലത്തെ റെക്കോർഡ് സെഷൻ അയച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമുക്ക് ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്, പൊളിറ്റിക്കലായിട്ടുള്ള ഫണ്ടമെന്റൽസിനെ കുറിച്ചൊക്കെ നമ്മൾ വീക്കെൻഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കലണ്ടർ ബേസ് ചെയ്ത് നമുക്ക് ഫോറക്സ് ഫാക്ടറി നമ്മൾ നോക്കിയാൽ നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പോളിസി റേറ്റും അതിനുശേഷമുള്ള ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതെങ്ങനെ നമുക്ക് ബാങ്ക് ഓഫ് ജാപ്പനീസ് യെൻ USD JPY എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതിലെങ്ങനെ നമുക്ക് നമുക്ക് നമ്മളെങ്ങനെ പ്ലാൻ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമുക്ക് ഇന്ന് വൈകുന്നേരം ബിൽഡിംഗ് പെർമിറ്റ്സിൻ്റെ ന്യൂസ് ഉണ്ട്, ഹൗസിംഗ് സ്റ്റാർട്ട്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. പക്ഷേ നാളെ നമുക്ക് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ GBP USD CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് മാത്രമല്ല 11:30 മണിക്ക് GBPയിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. സോ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണുകയും ചെയ്യുക. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നാളെ ഒന്ന് ശ്രദ്ധിക്കുക 11:30 മണിക്ക് ശേഷം. ഓക്കെ, നമ്മൾ വൈകുന്നേരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 മണിക്ക് നമ്മുടെ 6 മണി തൊട്ട് ന്യൂസുകൾ വരുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് 6 മണിക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രസിഡന്റ് ട്രംപ് അണ്ണൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. പുള്ളിക്കാരൻ്റെ സ്പീച്ച് ഉണ്ട് എന്ന് നമുക്കറിയാം 7 മണിക്ക്. അപ്പം നമുക്ക് മാറി നിൽക്കാമല്ലോ. സാധാരണ പുള്ളിക്കാരൻ ആരുടെടുത്തും ഇങ്ങനെ എക്കണോമിക് കലണ്ടർ നോക്കിയിട്ടും നമുക്ക് അറിയാൻ പറ്റില്ല പുള്ളിക്കാരൻ എപ്പോഴാണ് ബോംബ് പൊട്ടിക്കുന്നതെന്ന്. ഈ ബോംബ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടിട്ട് ആ സമയത്തിന് മുന്നേ മാറി നിൽക്കാം. ഓക്കെ, വേറൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് രാത്രി 11:30 മണിക്ക് നമുക്ക് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ FOMC പ്രസ് കോൺഫറൻസ് ഉണ്ട്, FOMC സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. 12 മണിക്ക് മറ്റന്നാൾ രാവിലെ 12 മണിക്കാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. FOMC പ്രസ് കോൺഫറൻസ് വ്യാഴാഴ്ച രാവിലെ വെളുപ്പാങ്കാലത്താണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. നാളെ 5 മണി വരെ ഉള്ളൂ നമ്മളുടെ ട്രേഡ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, US ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ നമ്മളുടെ USD JPY എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾ എടുത്ത് നോക്കി കാണുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മുടെ ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4335-ലാണ്. ഓക്കെ, സോ ഇവിടുന്ന് എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ കൂടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എക്കണോമിക് പരമായിട്ടുള്ളൊരു കാര്യം കൂടെ. സോ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് ബൈ ചെയ്യുന്ന, എസ്പെഷ്യലി ചൈന, ഇന്ത്യ ആൻഡ് മലേഷ്യ പോലത്തുള്ള രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് ബൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോകണം. സോ അതുകൊണ്ടിട്ടാണ് ഒരു ഗോൾഡ് ഒരു ഫ്ലോറിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡ് 4334 നിൽക്കുന്നു. സോ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് വേണമെങ്കിൽ 4335 to 4340 അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 4350 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. സോ ബേസിക്കലി ഒരു 1:1.5 ഒരു $15 to $20 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ മറിച്ച് നമുക്ക്
പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി, ഒരു ലോങ്ങർ ടേമിലോട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 4370 to 80 അവിടുന്ന് നല്ല രീതിയിലുള്ള റിജക്ഷൻസ് ഉണ്ടാവും. ഇപ്പോഴും ഗോൾഡ് ബെയറിഷ് തന്നെയാണ്. ഓക്കെ, സോ 4380 അവിടുന്ന് നമുക്ക് ഒരു സെൽ എൻട്രി ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി കിട്ടും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, സോ അവിടുന്ന് നമുക്ക് സെല്ല് എടുക്കുന്ന ആൾക്കാർ 4380 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4415 മുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. നേരെ നമുക്ക് ബൈ എൻട്രി ഉണ്ട്. 4260 റേഞ്ചിലോട്ട് വന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രോപ്പർ ബൈ എൻട്രി അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മുടെ ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ നമ്മുടെ USD GBP USDയിലോട്ട് വരാം. ഈ GBP USD ഇപ്പോൾ 1.3415 നിൽക്കുന്നു. സോ ഇന്നലെ ഹൈ പോയ 1.3450 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. മൈൽഡായിട്ട് ഒരു ബെയറിഷ് ട്രെൻഡാണ്, അതുകൊണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടെ റീട്രേസ് ചെയ്ത് 1.3450 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബൈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1.3350 റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി എനിക്ക് നമ്മുടെ GBP USDയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂറോ USDയിലോട്ട് വരാം. 1.15963 നിൽക്കുന്നു. സോ ബേസിക്കലി എനിക്ക് യൂറോയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ ആണ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ട്രേഡ് എടുക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്നുകൂടെ റീട്രേസ് ചെയ്ത് കിട്ടിയാൽ 1.1570 1.1560 അവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം കേട്ടോ. വേണം എന്നുള്ള ആൾക്കാർക്ക് സെല്ലിലോട്ട് ഇപ്പം പറയാറായിട്ടില്ല. നമുക്ക് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ യൂറോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ യൂറോ ഒന്നുകൂടെ റീട്രേസ് ചെയ്ത് കിട്ടുമ്പോൾ ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ USD JPY ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും സെല്ല് തന്നെയാണ്, ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം എന്ന് പറഞ്ഞാൽ 2000 ശേഷമുള്ള ഏറ്റവും വലിയൊരു ഹൈയിലാണ് ഇപ്പം നമ്മുടെ USD JPY നിൽക്കുന്നത്. സോ ബേസിക്കലി ഇവിടുന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് വെയിറ്റ് ഫോർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. സോ ബേസിക്കലി ഇന്നത്തെ നമ്മുടെ ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനകത്ത് 1% ആക്കി അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 0.75 നിന്ന്. അത് ബേസിക്കലി ജപ്പനീസ് യെന്നിനെ പവർഫുൾ ആക്കുന്നു. സോ USD JPY അതുകൊണ്ടിട്ട് താഴോട്ടാണ് പോകേണ്ടത്. പക്ഷേ അത് എക്സ്പെക്റ്റഡ് ആയതുകൊണ്ടിട്ട് മാർക്കറ്റിന് വലിയ ചലനമൊന്നുമില്ലാതെ നിൽക്കുകയാണ്. ബട്ട് ദ മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ US Fed ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. സോ ഇഫ് ദ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ഉറപ്പായിട്ടും USD JPY മുകളിലോട്ട് പോവുകയും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ USD JPY താഴോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ടോട്ടലി ഡിപ്പെൻഡഡ് ഓൺ ദ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, റൈറ്റ്. സോ എനിവേയ്സ് ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുതിയ ബ്രോക്കേഴ്സിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ അല്ലെങ്കിൽ ഏതൊക്കെ ബ്രോക്കർ യൂസ് ചെയ്യാം സേഫായിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ബ്രോക്കർ യൂസ് ചെയ്യണം എന്നുള്ളത്. വളരെ നല്ല രീതിയിൽ ഇതാക്കുന്ന നമുക്ക് സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കേഴ്സ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലോട്ട്, നമ്മുടെ ഏത് ചാനൽ, നമ്മുടെ സിഗ്നൽ ചാനലിലോട്ടൊക്കെ നിങ്ങൾക്ക് അക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും മെസ്സേജ് അയയ്ക്കുക. നമുക്ക് അതിലോട്ടും നമുക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.